ബദ്രീനാഥിന്റെ ഐതിഹ്യത്തെക്കുറിച്ചറിഞ്ഞാലോ? ശിവനും പാർവതിയും അധിവസിച്ചിരുന്ന സ്ഥലമായിരുന്നു ബദ്രീനാഥ്. ഒരു ദിവസം ശിവനും പാർവതിയും നടക്കാനിറങ്ങി. തിരിച്ചു വന്നപ്പോൾ വീടിന്റെ ഉമ്മറത്തായി ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അവർ കണ്ടു. കരയുന്ന കുഞ്ഞിനെ കണ്ട് ദേവിയുടെ മാതൃത്വം ഉണർന്നു. എന്നാൽ ശിവൻ പാർവതിയെ തടഞ്ഞുകൊണ്ട് കുഞ്ഞിനെ തുടരുത്, ഇതൊരു സാധാരണ കുഞ്ഞല്ല എന്ന് പറഞ്ഞു. എന്നാൽ പാർവതി അതിനെ എതിർത്തു. ഈ കൊടും തണുപ്പത്ത് ഈ പിഞ്ചു കുഞ്ഞിനെ എങ്ങനെ ഞാനിവിടെ കളയും? ഇത് പറഞ്ഞ് ദേവി കുഞ്ഞിനെയും എടുത്ത് വീടിനുള്ളിലേക്ക് പോയി. ഭക്ഷണമൊക്കെ നൽകി കുഞ്ഞിനെ ആശ്വസിപ്പിച്ച ശേഷം അവനെ വീട്ടിലിരുത്തി പാർവതി പരമശിവനോടൊപ്പം അടുത്തുള്ള അരുവിയിലേക്ക് കുളിക്കാനായി പോയി. മടങ്ങിയെത്തിയപ്പോൾ വാതിലുകൾ അകത്തു നിന്നും പൂട്ടിയിരിക്കുന്നതാണ് കണ്ടത്. ആ കുഞ്ഞ് സാക്ഷാൽ മഹാവിഷ്ണുവായിരുന്നു. മഹാവിഷ്ണുവിന് ആ സ്ഥലം നന്നേ ബോധിച്ചു. അവിടെ തന്നെ തപസ്സിരിക്കണമെന്ന പിടിവാശിയായിരുന്നു. അതിനായി മെനഞ്ഞെടുത്ത ഒരു തന്ത്രമായിരുന്നു അത്. ഇങ്ങനെയാണ് ശിവന് സ്വന്തം വാസസ്ഥലം നഷ്ടമാകുന്നതും